ഹരിതാഭമായ പാടശേഖരങ്ങളും കൃഷിയിടങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ ഗ്രാമം. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്ന വിശാലമായ തണ്ണീർത്തടങ്ങൾ ജൈവ വൈവിധ്യത്തെ സമ്പന്നമാക്കുന്ന ഗ്രാമം. സംഗമ ഗ്രാമ മാധവൻ എന്ന ഗണിത ജ്യോതിശാസ്ത്രജ്ഞനെ ലോകത്തിന് സമ്മാനിച്ച ഗ്രാമം. ഇത് ആളൂർ ഗ്രാമപഞ്ചായത്ത്. കല്ലേറ്റുങ്കരയിലെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനും ചാലക്കുടി മൂന്നുപീടിക സംസ്ഥാന പാതയും ഗതാഗത മേഖലയിൽ ആളൂരിന് അദ്വിതീയമായ സ്ഥാനം നൽകുന്നു. കല്ലേറ്റുങ്കര, ആളൂർ, താഴേക്കാട് വില്ലേജുകൾ ഉൾപ്പെട്ട പഞ്ചായത്ത്. 33.39 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പഞ്ചായത്തിന് 23 വാർഡുകൾ. ജനസംഖ്യയാവട്ടെ 43,488. 2015 നവംബർ 12 അധികാരത്തിൽ വന്ന ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന വീഥിയിൽ കൊരുത്തുവെച്ച വൈവിധ്യമാർന്ന നേട്ടങ്ങളിലേക്ക് ഒരെത്തിനോട്ടം. നമസ്കാരം. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള പ്രദേശങ്ങളിലുമാണ് ആളൂർ. 23 വാർഡുകളുള്ള ഈ പഞ്ചായത്തിൽ 5 വർഷം നീണ്ട ഒരു ഭരണകാലം കൂടി പൂർത്തിയാവുകയാണ്. ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന ചുമതല വഹിച്ചത് പ്രസിഡന്റ് സന്ധ്യ നൈസനാണ്. പിന്നിട്ട ഭരണകാലത്തെ കുറിച്ച് നമുക്ക് പ്രസിഡന്റിനോട് ചോദിക്കാം. പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ഔദ്യോഗിക കസേരയിലിരുന്നു പുറത്ത് ജനങ്ങൾക്കിടയിൽ ഓടി നടന്നു പ്രവർത്തിച്ച ഒരു 5 വർഷക്കാലം പൂർത്തിയാവുകയാണ്. എന്താണ് മാഡം മനസ്സിൽ തോന്നുന്നത്? വളരെയധികം സംതൃപ്തിയോടുകൂടിയാണ് ഞാനിന്നിവിടെ അഭിമുഖീകരിക്കുന്നത്. വളരെയധികം സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഇത് 5 വർഷ കാലയളവ് നല്ല രീതിയിൽ ഭരണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഈ വർഷത്തിൽ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ വർഷങ്ങളിലും വിജ്ഞാപനങ്ങൾ ഉണ്ടാവും. പക്ഷേ നവംബർ 11 വരെ 5 വർഷം തികയ്ക്കുന്ന ഒരു ഭരണസമിതിയാണ് 2015 ഭരണസമിതി എന്നുള്ളതിൽ വളരെയധികം സംതൃപ്തി. അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജില്ലയിൽ വെച്ചിട്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചായത്താണ് ആളൂർ പഞ്ചായത്ത്. അപ്പോൾ നമ്മൾ ഭരണത്തിൽ വരുന്ന ആ ഒരു സമയത്ത് കുത്തഴിഞ്ഞ കെട്ടുകൾ പോലെ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഇരുവുള്ളൂ. പഞ്ചായത്തിലെ പല പ്രവർത്തനങ്ങളും ഇപ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കയറി വരുന്ന ഒരു ഓഫീസാണ് പഞ്ചായത്ത്. അപ്പോൾ ആ പഞ്ചായത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, കയറി വരുന്ന ജനങ്ങൾ ഇവിടെ നിന്ന് കരഞ്ഞും പിഴിഞ്ഞും ഇറങ്ങി പോകുന്ന അവസ്ഥകൾ, പിന്നെ ഒരു ഏകോപനമില്ലായ്മ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുള്ള ഒരു പഞ്ചായത്തിലേക്കാണ് 2015 വർഷത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ഭരണസമിതി നേതൃത്വം ഏറ്റെടുത്തത്. ആ നേതൃത്വം ഏറ്റെടുത്ത അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ സമയങ്ങളിൽ ഈ പഞ്ചായത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ ആ ഒരു മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ പഞ്ചായത്തിലെ സ്റ്റാഫുകളുടെയും ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടുള്ളത്. പഞ്ചായത്തുകളുടെ സമഗ്ര വികസനം എല്ലാ പഞ്ചായത്തുകളും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു വിഷയം മാലിന്യ നിർമ്മാർജ്ജനം എന്ന കാര്യമാണ്. ഇത് ഈ രംഗത്ത് പഞ്ചായത്തിന് എങ്ങനെ ഇടപെടാൻ കഴിയും? ഇപ്പോ ഞാൻ പറഞ്ഞു, ഒരു ഏറ്റവും വലിയ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ തന്നെ 23 വാർഡുകളുണ്ട്. ഇപ്പൊ ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ അതേ വിസ്തൃതി തന്നെയാണ് നമ്മുടെ ആളൂർ പഞ്ചായത്തിനുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ റോഡിന്റെ സൈഡുകളിലായാലും ഓരോ വാർഡുകളിലും ജലസ്രോതസ്സുകളിലും പാടങ്ങളിലും ഒക്കെ തന്നെ ഒരുപാട് മാലിന്യ കൂമ്പാരങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് പഞ്ചായത്തിൻ്റെതായ രീതിയിൽ എല്ലാ വാർഡുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ തോടുകളിൽ നിന്നും കുളങ്ങളിലൊക്കെ തന്നെ വേസ്റ്റുകൾ പഞ്ചായത്ത് ആ ഒരു കാര്യത്തിൽ എല്ലാ വാർഡുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് അതോടൊപ്പം തന്നെ ഈ വേസ്റ്റ് തുടങ്ങി എല്ലാം കുപ്പി, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അതെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ട് ഒരു 15,000 ടണ്ണിലധികം മാലിന്യങ്ങളാണ് നമ്മൾ ആളൂർ പഞ്ചായത്തിൽ നിന്നും കയറ്റിപ്പോയത്. ഫസ്റ്റ് ഒരു കാര്യം ചെയ്തത് പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്തായിട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു ആളൂർ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. അത് നമ്മൾ ഓരോ ചെറിയ ചെറിയ മേഖലകളിലൊക്കെ തന്നെ സംരംഭകർക്കിടയിലൊക്കെ തന്നെ അതായത് പ്ലാസ്റ്റിക് കവറുകൾ നിരുത്സാഹപ്പെടുത്തുകയും നിരോധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ആദ്യം കൊണ്ടുവന്നത്. വ്യാപാര വ്യവസായങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ നമ്മളോട് സമീപിക്കുകയും നല്ല രീതിയിലുള്ളൊരു എന്താ പറയാ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്വാഗതം ചെയ്യാൻ നമുക്ക് തയ്യാറായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കടകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ ഒഴിപ്പിക്കാനായിട്ട് സാധിച്ചു. ഒരു പരിധി വരെ നമുക്ക് ഈ മാലിന്യങ്ങൾ തള്ളുന്ന ഒരു രീതിയിൽ നമുക്ക് സാധിച്ചു. രണ്ടാമത് നമ്മളിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ മാലിന്യ
ഓരോ വീടുകളിലെയും മാലിന്യങ്ങൾ വെച്ചിട്ട് മാലിന്യ പിറ്റുകൾ, ഇപ്പൊ നമുക്ക് കമ്പോസ്റ്റിങ് യൂണിറ്റുകൾ, ബയോഗ്യാസ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓരോ വീടുകളിലേക്കും വാർഡുകളിൽ ഉള്ള ഓരോരുത്തർക്കും നൽകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം കുറെ മാലിന്യങ്ങൾ ഒഴിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ ഹരിതകർമ്മസേന രൂപീകരിച്ചു. ഇപ്പൊ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. ഇപ്പൊ ആ ഒരു മുന്നുണ്ടായിരുന്ന ഭരണസമിതിയിൽ ഏഴ് വരുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു മാലിന്യത്തിന്റെ പ്രശ്നം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങളുടെ മാലിന്യങ്ങൾ നിങ്ങൾക്ക് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചായത്ത് തലത്തിൽ തുമ്പൂർമൊഴി മോഡൽ മാലിന്യ പ്ലാൻ നമുക്ക് സ്ഥാപിച്ചത് 2 ലക്ഷം രൂപയിൽ ചെലവിട്ടുകൊണ്ട് നമ്മൾ കല്ലേറ്റിങ്ങനെ മാർക്കറ്റിൽ തുമ്പൂർമൊഴി മോഡൽ സ്ഥാപിച്ചു. ആളൊരു മാർക്കറ്റിൽ സ്ഥാപിച്ചു. ആളൊരു മാർക്കറ്റിൽ അടുത്ത് തന്നെ നമ്മൾ വ്യാപാരികൾക്കായിട്ട് തുറന്നു കൊടുത്തു. 2020-21 പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ആളോ ക്ലീൻ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ആളോ ക്ലീൻ ആളോ എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ കൊണ്ടുവരികയും ആ ക്ലീൻ ആളോന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ മാലിന്യം ശേഖരിച്ച് ഒരു ഏജൻസിക്ക് വേണ്ടിയിട്ട് അവർക്ക് 1 കിലോ മാലിന്യം അവരെടുക്കുന്നതിന് 6 രൂപ 50 പൈസക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 6 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് പദ്ധതി വയ്ക്കുകയും ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ 2020-21 വർഷത്തെ ഏറ്റവും ഫസ്റ്റ് ഇംപ്ലിമെന്റിംഗ് ചെയ്ത പദ്ധതി മാലിന്യ സംസ്കരണം. അപ്പൊ നല്ല രീതിയിൽ തന്നെ നമുക്ക് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാനും കൊണ്ടുപോകുന്നതിനും നമുക്ക് നമുക്ക് സാധിച്ചു. ഭൂമിശാസ്ത്രപരമായിട്ട് ഇടനാട്ടിലാണ് നമ്മുടെ പഞ്ചായത്ത് ഉള്ളത്. കൂടുതലായിട്ടും ജലസ്രോതസ്സുകളുടെ എണ്ണവും ഒരുപാടുണ്ട്. കുടിക്കാനായാലും ജലസേചനത്തിനായാലും നമ്മൾ ആശ്രയിക്കുന്ന ഒരുപാട് ജലസ്രോതസ്സുണ്ട്. ഇവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത്? നമുക്കിപ്പോ പഞ്ചായത്തിൽ ഒരുപാട് കുടിവെള്ള സ്രോതസ്സുകൾ ഇപ്പൊ മെയിനായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കുടിവെള്ള പദ്ധതികൾ. കുടിവെള്ള പദ്ധതി ഇപ്പോൾ ഓരോ വാർഡ് തലത്തിലും ചെറുകിട കുടിവെള്ള പദ്ധതികൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ MLA ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒത്തിരി കുടിവെള്ള പദ്ധതികൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 55 ലക്ഷം രൂപ നിലവിലുണ്ടായിരുന്ന ഒരു കുടിവെള്ള പദ്ധതി 55 ലക്ഷം രൂപ MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് പൂപ്പച്ചിറ, അതിപ്പോ 1, 2, 4, 5, 6 തുടങ്ങിയ വാർഡുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന കുടിവെള്ള പദ്ധതിയാണ്. അത് നല്ല രീതിയിൽ നമുക്ക് അത് കുളം ആഴം കൂട്ടി സൈഡിലേക്ക് പറഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുടിവെള്ളം കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഓരോ വാർഡുകളിലും ആരംഭിച്ചിട്ട് അവർക്ക് ആ സമിതിയിൽ രൂപീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചിറകൾ, അത് കനാലിൽ നിന്ന് വരുന്ന വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ടാണ് വേനൽക്കാലങ്ങളിൽ ചിറകൾ ഒത്തിരി ഉള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ ആ ചിറകളിൽ വെള്ളം കെട്ടി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ തന്നെ നല്ല വേനൽ വരുന്ന മാസങ്ങളിൽ നമ്മൾ ചിറ കെട്ടി അതിൽ വെള്ളം ശേഖരിക്കുന്ന രീതിയിൽ കൃഷിക്കും കുടിവെള്ളത്തിനൊക്കെ തന്നെ ആ വെള്ളം ഉപയോഗിക്കും. പിന്നെ നമ്മൾ തൊഴിലുറപ്പ് വഴിയായിട്ടാണ് ഒത്തിരി പേർക്ക് നമ്മൾ ഒരുപാട് കിണറുകൾ കുത്തിയിട്ടുണ്ട്. പുതിയ കിണറുകൾ നമ്മൾ കുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ തോടുകൾ, കുളങ്ങളൊക്കെ നവീകരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊരുന്നച്ചിറ കുടിവെള്ള പദ്ധതി, പൂപ്പച്ചിറ കുടിവെള്ള പദ്ധതി, പിന്നെ ഇപ്പോൾ നമുക്ക് തുരുത്തിപ്പറമ്പിൽ തന്നെ 2 കുടിവെള്ള പദ്ധതികളുണ്ട്. മാനാട്ടുകുന്നിലുണ്ട്, വല്ലക്കുന്നിലുണ്ട്. ചെറുകിട കുടിവെള്ള പദ്ധതികളായിട്ടാണ് എല്ലാം അത് ആ സമിതിനെ ഏൽപ്പിച്ചു കൊടുത്തത്. സമിതിയുടെ നേതൃത്വത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ നമ്പിക്കുന്ന് മേഖലകളിൽ കുടിവെള്ള പദ്ധതികൾ, അപ്പോൾ SC കേരള കുടിവെള്ള പദ്ധതികളുണ്ട്. ജനറൽ വിഭാഗത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ചുള്ള കുടിവെള്ള പദ്ധതികൾ. അപ്പൊ ഇത്തരം വിവിധ പദ്ധതികളൊക്കെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അപ്പൊ തന്നെ ഇപ്പൊ കുടിവെള്ള പദ്ധതിയില് ഇപ്പൊ ഇത്രയും പദ്ധതികളൊക്കെ തന്നെ ഇപ്പൊ ഞാൻ മുന്നിൽ പറഞ്ഞ പദ്ധതികളൊക്കെ നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിച്ചെങ്കിലും ഇപ്പോൾ ആളൂര് 4-ാം വാർഡിൽ പാട്ടാമ്പോടിയിൽ ഒരു കുടിവെള്ള പദ്ധതി ആരംഭിച്ചിട്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലഘട്ടങ്ങളിലാണ് കുടിവെള്ള പദ്ധതി രൂപം നൽകിയത്. പക്ഷെ അവിടെ വിവിധ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ഒരു പദ്ധതി നടപ്പിലാക്കാൻ ചെല്ലുമ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ നല്ല സഹകരണം ഉണ്ടെങ്കിലാണ് നമുക്ക് പദ്ധതി പെട്ടെന്ന് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുക. ഇവിടെ നമുക്ക് സ്ഥലം വിട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പൈപ്പ് ഇട്ട് കൊണ്ടുവരുന്നതിനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു പദ്ധതി ആയിരുന്നു. നമുക്കത് പൂർത്തീകരണ വേളയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വരുന്ന ദിവസങ്ങളിലേക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ സർക്കാർ വിദ്യാലയങ്ങളില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. പക്ഷെ ഇതിൽ കൂടി നിരവധി വിദ്യാലയങ്ങൾ നമുക്കുണ്ട്. ഇവിടെയൊക്കെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ ഇപ്പോ നമുക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്രയും വലിയൊരു പഞ്ചായത്തിൽ പോരായ്മ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമുക്ക് അപ്പം ഒരു പഞ്ചായത്തിന് ആ പഞ്ചായത്തിന്റെ കീഴിലുള്ള വിദ്യാലയങ്ങൾക്ക് മാത്രമാണ് പദ്ധതി ഇനത്തിൽ നമുക്ക് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മൾ SSA ആയിരുന്നു മുന്നേ സർവശിക്ഷാ അഭിയാൻ. ഇപ്പൊ നമ്മൾ സർവശിക്ഷ കേരള എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് കൈമാറും ഓരോ വർഷങ്ങളിലും.
പിന്നെ നമ്മൾ ഇവിടെ പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥികളുടെ കായികമായിട്ടുള്ള അവരുടെ മറ്റേ സ്പോർട്സ് സ്പിരിറ്റൊക്കെ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ നമ്മൾ വെക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ 2018 നമ്മൾ പ്രളയമൊക്കെ കണ്ടപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ച പ്രശ്നം നീന്തൽ അറിയാതെ മുങ്ങി മരണങ്ങൾ ഒത്തിരി ഉണ്ടായില്ല. അപ്പൊ നമ്മൾ മെയിനായിട്ട് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ള പദ്ധതിക്ക് നമ്മൾ വിഭാവനം ചെയ്യും. ഒട്ടേറെ കുട്ടികൾക്ക് 8ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെയുള്ള നമ്മുടെ ആളൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള 13ഓളം സ്കൂളുകളിലെ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫണ്ട് ചെലവഴിക്കുകയും അവർക്ക് അത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ കുട്ടികളും മാതാപിതാക്കളും അതിനെ അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ട് നല്ലൊരു എന്താ പറയുക റിസൾട്ടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ, ഇപ്പോൾ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി, ലാപ്ടോപ്പ് കുട്ടികളുടെ വിദ്യാർത്ഥി ഇന്നിപ്പോൾ നമുക്ക് എല്ലാം ഒരു വിരലിലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ലാപ്ടോപ്പ് വാങ്ങാൻ പോലും സാധിക്കാത്ത ഒട്ടേറെ വിദ്യാർത്ഥികൾ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലാപ്ടോപ്പ്, പഠനോപകരണങ്ങൾ, പിന്നെ അവർക്ക് ഇരുന്ന് പഠിക്കാനായിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് പഠന മുറികളൊക്കെ തന്നെ നമ്മൾക്ക് വിഭാവനം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിലും പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഭവനം തന്നെയാണ്, വീട് തന്നെയാണ്. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി അല്ലെങ്കിൽ ലൈഫ് പദ്ധതി വേറെ ചർച്ച ആവശ്യമായി ഒരു കാലത്താണ് നമ്മുടെ പഞ്ചായത്തിൽ ഭവനരഹിതരെ സഹായിക്കാനുള്ള പദ്ധതികൾ. ഇപ്പോൾ ചോദ്യം വളരെ സെറ്റാണ്. കാരണം ഇന്നിപ്പോൾ ഒരു ഭവനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സ്വപ്നം. അപ്പോൾ ഗവൺമെന്റിന്റെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയാണ് ലൈഫ് പദ്ധതി. അപ്പോൾ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ 2015 തുടങ്ങി 2020 കാലഘട്ടങ്ങളിൽ ലൈഫ് ഇനത്തിന് മാത്രം നമുക്ക് 43 വീടുകൾ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങുന്നതിനായിട്ട് നമുക്ക് ഫണ്ട് വയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈഫ് പദ്ധതിയിൽ 43 പേർക്കും, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ 32 പേർക്ക് നമുക്ക് വീട് കൊടുക്കാൻ സാധിച്ചു. അതിൽ 69 വീടും ഇന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവർക്ക് അതിൽ താക്കോൽ കൊടുക്കും. ബാക്കി 6 വീടും കൂടി ഇത് പൂർത്തീകരിച്ച വേറെയാണ്. പിന്നെ നമ്മൾ ഈ വർഷത്തിൽ 2020-21 വർഷത്തിൽ 18ഓളം പേർക്ക് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 2.25 ലക്ഷം രൂപ അത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചു. അടുത്ത ഘട്ടത്തിൽ ഈ ഇപ്പോൾ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 4 ലക്ഷം രൂപ വെച്ച് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പദ്ധതി വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ലൈഫ് പദ്ധതിയുടെ ഘട്ടത്തിൽ വളരെയധികം സന്തോഷം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ വീട് വെച്ച് കഴിയുമ്പോൾ ആ താക്കോൽ മേടിക്കാൻ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരുടെ മനസ്സ്, അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം, ആ താക്കോൽ കിട്ടുമ്പോൾ സ്വന്തമായിട്ട് തലച്ചയക്കാൻ ഇടമില്ലാത്ത ആൾക്കാർക്ക് തലച്ചയക്കാൻ ഒരു ഇടം എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റിന് തന്നെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ലൈഫ് പദ്ധതി നല്ല രീതിയിൽ തന്നെ ആളൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കാനായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ലൈഫ് പദ്ധതിയിൽ വീടുകൾ പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ലൈഫ് പദ്ധതിയുടെ പുറത്ത് ആശ്രയം, അതായത് ഒരു ആശ്രയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിച്ച് ഫണ്ട് വകയിരുത്തുന്നുണ്ട്. അത് പഞ്ചായത്തും അതുപോലെ കുടുംബശ്രീ നേരിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ മക്കളുണ്ടായിട്ട് നോക്കാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 4 ലക്ഷം രൂപ വകയിരുത്തി, ആ 4 ലക്ഷം രൂപ പഞ്ചായത്ത് ധരിച്ച അളവ് വകയിരുത്തുന്നു. ആ വകയിരുത്തുന്ന തുക നമ്മൾ ഉപയോഗിച്ചത് കോൺട്രാക്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീട് പണിത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരികയും അത് പണിത് അവർക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമ്മളിപ്പോൾ 2018 സമയങ്ങളിലൊക്കെ പ്രളയം ഉണ്ടായപ്പോൾ ഒരുപാട് വീടുകൾ നശിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ വീട് പണിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്ഥലമില്ലാതെ, കനാൽ പുറമ്പോക്കിലൊക്കെ കണ്ടിട്ട് സ്ഥലമില്ലാതെ ഇപ്പോൾ വീടില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ അവർക്ക് ഗവൺമെന്റ് എത്തുന്നതിന് 10 ലക്ഷം രൂപ ഗവൺമെന്റ് തന്നെ സ്വയം വഹിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്ഥലമില്ലാത്തവർക്ക് 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങുന്നതിനും ബാക്കി 4 ലക്ഷം രൂപ വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം വീടുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ തുരുത്തിപ്പറമ്പ് ഭാഗത്തും കല്ലേറ്റിങ്ങര, കഞ്ഞപ്പിഴി ഭാഗത്തൊക്കെ തന്നെ പ്രളയ സമയത്ത് 5 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് സൊസൈറ്റി നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റ് തന്ന ആ 5 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ആ വീട് കൊടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീട് പണിയുന്നതിന് അവർക്കിപ്പോൾ ഒരു 4 ലക്ഷം രൂപ കിട്ടിയാൽ ഇന്നത്തെ 2 വർഷങ്ങളിൽ അപേക്ഷിച്ച് ഒത്തിരി ചെലവേറിയതാണ് ഭവന നിർമ്മാണം. പക്ഷെ ആ ഒരു 4 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 400 സ്ക്വയർ ഫീറ്റ് വീട് ഒരു തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് ഒരു സാന്ത്വനമാണ് 4 ലക്ഷം രൂപ. ആ 4 ലക്ഷം രൂപയുടെ നിന്ന് മനോഹരമായ രീതിയിൽ തന്നെ ആ വീട് നിർമ്മിച്ച് നൽകാനായിട്ട് പഞ്ചായത്ത് മുൻകൈ എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളുടെ അവരുടെ ക്ഷേമ ഒരുപാട് പരാതികൾ വരുന്ന മേഖല തന്നെയാണ്. അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് നമ്മുടെ പഞ്ചായത്തിന്റെ നേട്ടങ്ങളായിട്ട് പറയാൻ? സമൂഹത്തിന്റെ ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന ഒരു വിഭാഗമാണ് പട്ടികജാതി. അപ്പോൾ ആ പട്ടികജാതി വിഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടേറെ പദ്ധതികൾ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ പട്ടികജാതി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് തന്നെ പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പദ്ധതി പറയുന്നത്
അടിസ്ഥാനപരമായിട്ട് വീടാണ് നമ്മളൊക്കെ കൊടുക്കാനായിട്ട് വാങ്ങിച്ചത്. ഒരു ബേസ്മെന്റ് ഉണ്ടായിരുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മൾ അവർക്ക് വീടിനുള്ള സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ പട്ടികജാതി വകുപ്പുമായി സംയുക്തമായിട്ട് തന്നെ അവർക്ക് സ്ഥലം വാങ്ങുന്നതിന് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അതൊട്ടേറെ പ്രവർത്തനങ്ങളായിരുന്നു ഗുരുതരമായിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്, അതായത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അവർക്ക് അടിസ്ഥാനപരമായിട്ട് വീട് കഴിഞ്ഞ് പിന്നെ വരുന്നവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല വിദ്യാഭ്യാസം നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, പഠനോപകരണങ്ങൾ, പഠനമുറികൾ, സൈക്കിള്, ഇപ്പോൾ ഒട്ടേറെ കുട്ടികൾക്ക് വാഹനങ്ങൾ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അവർക്ക് സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സൈക്കിള്, അതൊക്കെ തന്നെ നല്ല രീതിയിൽ വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ മാനാട്ടിൽ നിന്ന് അതോടൊപ്പം തന്നെ വരന്തനാട്, പിന്നെ നമ്പിക്കുന്ന് ഒക്കെ തന്നെ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചത് കമ്മ്യൂണിറ്റി ഹാളുകൾ പണിത് അത് അവർക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ 1 കോടി പദ്ധതി അത് പട്ടികജാതിയുടെ ഒരു ഫണ്ടാണ്. ഓരോ MLA-മാരും ജയിച്ചു വരുന്ന MLA-മാർ അവരുടെ മണ്ഡലത്തിൽ ചെലവഴിക്കുന്ന ആ ഒരു പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1 കോടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടിപ്പോൾ തിരുത്തിപ്പറമ്പ് 1 കോടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സമഗ്ര വികസനം നടത്താനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്പിക്കുന്ന 1 കോടി പദ്ധതിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചപ്പള്ളിയിൽ 1 കോടിയുടെ വർക്ക് കഴിഞ്ഞു. ആ 1 കോടിയുടെ വർക്കിൽ അവർക്ക് വീടുകൾ, അതായത് പുതിയ വീട് നിർമ്മിക്കാൻ സാധിക്കില്ല, നിലവിലുള്ള വീടുകളുടെ പുനരുദ്ധാരണം, അവർക്ക് റോഡുകൾ, അടിസ്ഥാന ഗതാഗതത്തിന് വേണ്ടിയിട്ടുള്ള റോഡുകൾ, അതോടൊപ്പം തന്നെ കിണറുകൾ, മെയിൻ്റനൻസ്, പിന്നെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അവിടെ മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം, പിന്നെ കമ്മ്യൂണിറ്റി ഹാളുകൾ, അങ്ങനെ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാനായിട്ട്. ആരോഗ്യരംഗം ഏറെ വെല്ലുവിളി വരുന്ന കാലഘട്ടം, പ്രത്യേകിച്ച് കോവിഡിന്റെ സാഹചര്യത്തിൽ ആളുകളിലെ ആരോഗ്യരംഗത്ത് ഇടപെടലുകൾ തീർച്ചയായും. കാരണം ഇപ്പോൾ ആളൂർ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഈ അടുത്ത ദിവസങ്ങളിൽ കമ്മ്യൂണിറ്റി കുടുംബാരോഗ്യ കേന്ദ്രം, അതായത് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുന്നതിനായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇടപെടലാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിന്റെ മിക്ക വാർഡുകളിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലായിട്ടുള്ള സബ് സെന്ററുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ, ഭാഷാ പ്രവർത്തകർ തുടങ്ങി ഏറ്റവും താഴെത്തട്ടിലുള്ള ഭാഷാ പ്രവർത്തകർ തുടങ്ങി ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡോക്ടേഴ്സ് ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ പുൽക്കാട്ടിശ്ശേരിയിലെ ഡിസ്പെൻസറി, ആയുർവേദ ഡിസ്പെൻസറി നമുക്ക് 10 കിടക്കകളോട് കൂടിയിട്ടുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലാക്കി ഉയർത്തുന്നതിനായിട്ട് നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ അതിന്റെ കീഴിൽ NHAM-ന്റെ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. പിന്നെ പഞ്ചായത്തിൽ നല്ല എല്ലാ നൂതന സൗകര്യങ്ങളോട് കൂടിയിട്ട് തന്നെ ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് ഈ മേഖലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള നല്ല പ്രവർത്തനങ്ങൾ, അതായത് വലിയ കുഴപ്പങ്ങളില്ലാതെ തന്നെ നമുക്ക് ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഇതുവരെ നമുക്ക് പിടിച്ചെടുത്താണ്ട് സാധിക്കും. ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ 9 മണി തുടങ്ങി 2 മണി വരെ മാത്രമാണ് അവിടെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. 1 ഡോക്ടറാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്റ്റാഫ് നഴ്സായാലും അപ്പോൾ സ്റ്റാഫ് പാറ്റേൺ തന്നെ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നു. ഇപ്പോൾ നമ്മൾക്ക് 9 മണി മുതൽ 6 മണി വരെയാണ് ശരിക്കും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ സമയം വരുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് 3 ഡോക്ടർമാരുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, മറ്റു സ്റ്റാഫുകളൊക്കെ തന്നെ എണ്ണത്തിലും നല്ല വർധനമുണ്ടായിരുന്നു. പഞ്ചായത്ത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് വീട്ടിൽ ചികിത്സ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. മരുന്ന് കൊടുക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ട് തന്നെ നമുക്ക് അതിന് കഴിയുന്നു. ഇപ്പോൾ ആയുർവേദ ആശുപത്രി 10 കിടകളോട് കൂടിയിട്ടുള്ള ഒരു ആശുപത്രി ഉയർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കിടത്തി ചികിത്സ, ഇപ്പോൾ ഉഴിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ കിടത്തി ചികിത്സ, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഡോക്ടർ, പിന്നെ ആഴ്ചയിൽ 1-2 ദിവസങ്ങൾ കൗൺസിലിംഗ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ ആരോഗ്യ രംഗത്ത് ഇപ്പോൾ പഞ്ചായത്തിന്റെ ഫണ്ടില് ഭൂരിഭാഗം നമുക്ക് ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രം ബ്ലോക്കിന് കീഴിലാണ്, പക്ഷെ എന്നിരുന്നാൽ കൂടി നമുക്കത് ഫണ്ടുകൾ ചെലവഴിക്കാൻ പരിമിതികൾ ഉണ്ടെങ്കിലും പരമാവധി നമ്മുടെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ല പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കും. നമ്മുടെ പഞ്ചായത്തിൽ ആടുമാടുകളെ വളർത്തിപ്പിടിച്ച് മൃഗസംരക്ഷണ മേഖല എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഈ മേഖലയെ സംരക്ഷിക്കുന്നതിനായിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ വരും? ഇപ്പോൾ പഞ്ചായത്തിലെ ക്ഷീര കർഷകരെ സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ ഓരോ വർഷങ്ങളിലെയും പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. ഇപ്പോൾ ക്ഷീര കർഷകർക്ക്
കന്നുകുട്ടി പരിപാലനം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ കന്നുകുട്ടികൾക്ക് തീറ്റ സബ്സിഡിയാണ് നമ്മളായി കൊടുക്കുന്നത്. അപ്പൊ ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീരകർഷകർക്ക് അത് വളരെയധികം ഗുണകരമാകുന്നുണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മള് ആട് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ കോഴി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ആട്, കോഴി, പശു ഡിപ്പാർട്ട്മെന്റ് പദ്ധതികൾക്ക് പുറമെയാണ് ഇത്തരം പദ്ധതികൾ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് സ്ത്രീ ശാക്തീകരണം. നമ്മുടെ ലക്ഷ്യത്തിനൊത്ത് ആ രംഗത്ത് വരാൻ വേണ്ടി സ്ത്രീ ശാക്തീകരണം നല്ല രീതിയിൽ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചു. ഇപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കുടുംബശ്രീ. ഇപ്പോൾ പഞ്ചായത്തിന്റെ അതേ ലെവലിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് കുടുംബശ്രീ മേഖല. 303 കുടുംബശ്രീ യൂണിറ്റുകളാണ് നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ളത്. കോടിക്കണക്കിന് രൂപ അവരുടെ തന്നെ നിക്ഷേപം അതിലുണ്ട്. അപ്പോൾ ആ രംഗത്ത് ഇപ്പോൾ ജോയിന്റ് ഐഡന്റിറ്റി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട്, അതായത് 5 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് കാർഷിക മേഖലയിൽ നല്ല രീതിയിൽ ഉന്നമനം നടത്താനായിട്ട്, അതായത് നല്ല എന്താ പറയുക ഒരു മുന്നേറ്റം കാർഷിക മേഖലയിൽ സ്ത്രീകളുടെ കൂട്ടായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് നെൽകൃഷിയിലായാലും പച്ചക്കറി കൃഷിയിലായാലും ഒക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുടുംബശ്രീയിൽ നിന്ന് തന്നെ പലിശരഹിത വായ്പകൾ അവർക്ക് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ അവര് കമ്പ്യൂട്ടർ യൂണിറ്റുകൾ, ഇപ്പോൾ കമ്പ്യൂട്ടർ സ്ഥാപനം, അതേപോലെ തന്നെ മറ്റു ഫ്ലവർ മില്ലുകൾ, അങ്ങനെ സ്ത്രീകളുടെ വരുമാനം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ പ്രവർത്തന മേഖലകളിലേക്ക് സ്ത്രീകൾ ഇറങ്ങിയിരുന്നു. എല്ലാവരും ഭീതിയോടെ നേരിട്ടൊരു കാലമാണ് പ്രളയകാലം. 2018 പ്രളയം നമ്മുടെ പഞ്ചായത്തിൽ വളരെ ഗൗരവമായി തന്നെ ബാധിച്ചു. എന്താണ് പ്രസിഡന്റിന്റെ പ്രളയകാലം? 2018 പ്രളയം എന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടലോടെ മാത്രമേ നമുക്ക് ആ ഒരു ദിവസത്തെ ഓർക്കാനായിട്ട് സാധിക്കൂ. ഇതുവരെ ഇല്ലാത്ത, ഇപ്പോ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഒരു കാലത്ത് പോലും നമ്മൾ കാണാത്ത ഒരു ഭീതിയാർന്ന ഒരു കാഴ്ചയായിരുന്നു 2018 പ്രളയം. ഈ പഞ്ചായത്തിൽ 8, 9, 10 വാർഡുകളിലാണ് ഭാഗികമായിട്ട് പറയാം, പൂർണ്ണമായിട്ടും ആ വാർഡുകളെ ബാധിച്ചിട്ടില്ലെങ്കിൽ കൂടി ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് 9, 10 വാർഡുകൾ. തുരുത്തിപ്പറമ്പ് മേഖല എന്ന് പറഞ്ഞാൽ 4 ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് തുരുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു സ്ഥലത്തേക്ക് പോലും ഗതാഗത സൗകര്യം ഇല്ലാതെ അതിനുള്ളിൽ തന്നെ ആ 2 വാർഡുകൾക്കുള്ളിൽ തന്നെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ തുരുത്തിപ്പറമ്പിലായിരുന്ന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തില് ജനപ്രതിനിധികളും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും മറ്റു ജനങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ പോലീസിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് ആ സമയത്ത് പെട്ടെന്ന് എല്ലാവരും പകച്ചു പോയെങ്കിലും നല്ല രീതിയിലായിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും തുടങ്ങിയിട്ടുള്ള മറ്റു രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഒരു നല്ല കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടേറെ നല്ല രീതിയിൽ ആ പ്രളയത്തിന് നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് സാധിച്ചു. അതിജീവനത്തിന്റെ പാതയിൽ നമ്മൾ മുന്നേറാനായിട്ട് നമുക്ക് കഴിയും. പ്രളയം ഉണ്ടായ സമയത്ത് അതിനകത്ത് ജീവിക്കാനായി അവരുടെ സുരക്ഷയ്ക്കായിട്ട് എങ്ങനെയാണ് പഞ്ചായത്തിന്റെ ഇടപെടലുകൾ? ഇപ്പോൾ പ്രളയം ബാധിച്ച സമയത്ത് നമുക്ക് ക്യാമ്പുകൾ തുറക്കാനായിട്ട് 12ഓളം ക്യാമ്പുകൾ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ തുറന്നു. അതില് തുരുത്തിപ്പറമ്പ് സ്കൂളുകളില്, പിന്നെ വെള്ളാഞ്ചിറ സ്കൂള്, കൊമ്പിടി, ആളൂര്, RMHS, പിന്നെ ആനത്തളം, പിന്നെ പഞ്ചായത്തിന്റെ കുടുംബശ്രീ ഹാള്, അങ്ങനെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ 12ഓളം ക്യാമ്പുകൾ നമുക്ക് തുറക്കാനായിട്ട് സാധിച്ചു. 3000-ലധികം പേര് നമ്മുടെ ക്യാമ്പുകളിലുണ്ടായിരുന്നു. നമ്മുടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പോലീസും മറ്റു ആരോഗ്യ പ്രവർത്തകരൊക്കെ നല്ലതായിട്ടുള്ള കൂട്ടായിട്ട് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു പകർച്ചവ്യാധികളോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ക്യാമ്പുകൾ നടത്താനായിട്ട് നമുക്ക് സാധിച്ചു. ഒരു പ്രദേശത്ത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് പഞ്ചായത്ത് ഓഫീസിലാണ്. പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം സംതൃപ്തിയോട് കൂടി തന്നെ എനിക്ക് ആ മറുപടി നൽകാനായിട്ട് സാധിക്കും. കാരണം ജനനം മുതൽ മരണം വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു കയറുന്ന ഇടം പഞ്ചായത്താണ്. അടക്കും ചിട്ടയുമുള്ള ഒരു നല്ലൊരു ഓഫീസായിട്ട്, അതായത് ഒരു കുടുംബത്തിനെ പോലെ തന്നെ പെരുമാറുന്ന കുറെ സ്റ്റാഫുകളും അതോടൊപ്പം തന്നെ ഭരണസമിതി, ആ ഭരണസമിതിയിൽ 23 പേരും അതേപോലെ തന്നെ സ്റ്റാഫുകളും ഒരു കുടുംബമായിട്ടാണ് ഈ ഓഫീസിനെ ഇത്രത്തോളം ഇപ്പൊ 2018 സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നമ്മുടെ കിലയുടെ നേതൃത്വത്തിന് ആദ്യത്തെ ISO സർട്ടിഫിക്കറ്റ്, അതായത് പഞ്ചായത്തുകളെ തദ്ദേശ വകുപ്പുകളൊക്കെ തന്നെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തണം
എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം മുന്നിട്ടുകൊണ്ട് തന്നെ 2018 നമ്മുടെ ആളൂർ പഞ്ചായത്തിന് നല്ല രീതിയിൽ തന്നെ ISO സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ സാധിച്ചു. അത് പഞ്ചായത്തിന്റെ ഭരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. പൊതുജനങ്ങളിൽ നിന്ന് തന്നെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 5 വർഷം പിന്നിട്ട് ഈ ഭരണ കാലഘട്ടത്തിൽ പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും സമഗ്രമായ ഇടപെടലുകൾ നടത്താനായിരുന്നു തുടർന്നുള്ള കർമ്മജീവിതത്തിൽ ഇത് വലിയൊരു മുതൽക്കൂട്ടാവുന്നത് ആത്മകാലമായിരുന്നു. ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത് ഭരണസമിതിയുടെ നേട്ടങ്ങൾ വിശദമായി തന്നെ പങ്കുവച്ചതിന് നന്ദി. എല്ലാ ആശംസകളും. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തോട് തന്നെയാണ് ഈ 5 വർഷക്കാലത്തെ ഭരണം പിന്നിട്ട് ഞങ്ങൾ എന്താ പറയാ ഭരണസമിതിയിൽ ഇറങ്ങുന്നതിനായിട്ടുള്ള സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 100% പദ്ധതി നടപ്പിലാക്കാനും 100% നികുതി പിരിക്കാനൊക്കെ സാധിച്ചതൊക്കെ തന്നെ ഞങ്ങളുടെ ഈ കാലയളവിലാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി വളരെയധികം നന്ദിയോടുകൂടി തന്നെ ഈ കാലയളവിൽ ഞങ്ങളൊപ്പം ചേർന്ന് നിന്ന ഭരണസമിതി അംഗങ്ങള്, അതോടൊപ്പം തന്നെ സ്റ്റാഫുകള്, മറ്റു മേഖലകളിലുള്ളവര്, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാര്, പിന്നെ എടുത്തു പറയാനുള്ള ഉപാധ്യക്ഷൻ, എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. പഞ്ചായത്തിന്റെ ഭരണ നിർവഹണ കാര്യങ്ങളിൽ പ്രസിഡന്റ് എന്ന പോലെ തന്നെ ഒട്ടും പറയാത്തൊരു സ്ഥാനം വഹിക്കുന്ന ആളാണ് വൈസ് പ്രസിഡന്റ് ശ്രീ ഡേവിസ്. പഞ്ചായത്തിന്റെ വികസന മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ മേൽനോട്ടവും അദ്ദേഹം വഹിക്കുന്നുണ്ട്. അദ്ദേഹത്തോടും വികസന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ഈ വൈസ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ പ്രസിഡന്റിനെ അഭിപ്രായിക്കുക, അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ അഭാവത്തിൽ പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനം സംഘടിപ്പിക്കുക, നടത്തുക. അതോടൊപ്പം തന്നെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുക, പൊതുഭരണം, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കി നടത്തുക. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഭരണത്തിൽ പൊതുഭരണത്തിൽ സഹായിക്കുക. ഇതൊക്കെ ഒരു ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന കാര്യത്തിൽ എങ്ങനെയാണ്? പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുമ്പോൾ അത് കുറെ കൂടി വിശാല അടിസ്ഥാനത്തിൽ നമ്മൾ കണക്കിലെടുക്കേണ്ട ചില സംഗതികളാണ്. അവർക്കുള്ള പദ്ധതിയിൽ കൂടെ ഗ്രാമപഞ്ചായത്തിൽ വിഭാവനം ചെയ്യുന്ന നിരവധി അടിസ്ഥാന ഗ്രാമീണ മേഖലയിൽ നമ്മുടെ ഗതാഗത സൗകര്യം അത് വിപുലപ്പെടുത്തുന്നതിന് റോഡ്, അതുപോലെ തന്നെ റോഡ് ഇതര പദ്ധതികളൊക്കെ നമ്മൾ ഈ പട്ടാള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് അത് 100% നമുക്ക് കഴിഞ്ഞ 2 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കുറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് മാനാട്ടിലെ ഒരു കമ്മ്യൂണിറ്റി ഹാള്, അതുപോലെ തന്നെ വരതനാട് മറ്റൊരു കമ്മ്യൂണിറ്റി ഹാള്, ആളൂര് ചന്ത, അതായത് മാർക്കറ്റ് കുറെ കാലങ്ങളായിട്ട് അതൊരു പണി പൂർത്തീകരിച്ചെങ്കിലും പിന്നീട് പൊതുജന സേവനങ്ങൾക്ക് ലഭ്യമില്ലാത്ത രീതിയിലായിരുന്നു. അതുപോലെ തന്നെ പകൽ വീട്, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പുറകിലുള്ള പകൽ വീട്, വടക്ക് മുറിയിൽ മറ്റൊരു കമ്മ്യൂണിറ്റി ഹാള്, ഇതുപോലെ തന്നെ നമ്മുടെ കുമ്പിടിയ മതിൽ ഒരു PRC, അതായത് ബർത്ത് റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്ന മറ്റൊരു കെട്ടിടം. ഇതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ മുടങ്ങിക്കിടന്നതും അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ആരംഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അല്ലെങ്കിൽ പള്ളിയുടെ സമീപത്തുകൂടി നമ്മൾ പാറേക്കാട്ട് വരെത്തുന്ന പ്രധാനപ്പെട്ട റോഡ് 8 മീറ്റർ രീതിയിൽ നമുക്ക് കെട്ടാറം കാര്യങ്ങൾ നടത്തി നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് സെന്റ് ജോസഫ് പള്ളി റോഡ് കാലഘട്ടത്തിൽ നമ്മുടെ സെന്റ് ജോസഫ് പള്ളി റോഡ് നമുക്ക് ആദ്യ റെയിൽവേ ഗേറ്റ് മുതൽ നമ്മുടെ കുറുമൂന്ന് മുനിസിപ്പാലിറ്റി അതിർത്തി വരെ നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ കാര്യങ്ങൾ നമുക്ക് പങ്കാളികളുടെ പ്രദേശത്തുള്ള 5 കിലോമീറ്റർ നീളമുള്ള റോഡ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മാത്രം ഏഴാം വാർഡിലുള്ള കനാൽ ഫണ്ട് റോഡ്, അതിന്റെ ഫോർമേഷനും അതുപോലെ മെസ്സിയും കാറിനും നമുക്ക് 15 ലക്ഷം രൂപ വെച്ചു. അതുപോലെ തന്നെ 22ാം വാർഡിലെ മറ്റൊരു മെയിൻ കനാൽ ഫണ്ട് റോഡ് നമുക്ക് അതിന്റെ മെസ്സിങ്, കാറിങ്, അതുപോലെ തന്നെ ഫോർമേഷൻ ഒരേ നമുക്ക് 12 ലക്ഷം രൂപ വെച്ചു. അതുപോലെ തന്നെ അഞ്ചനങ്ങാടിയിൽ മുതൽ ഉപയോഗിക്കുന്ന കാരണത്തിലെത്തുന്ന അഞ്ചനങ്ങാടി വരെ ഉപയോഗിക്കുന്ന മറ്റൊരു റോഡ് നമുക്ക് മുഖ്യമന്ത്രിയുടെ സർവീസ് റോഡ് പുനരുദ്ധാരണ കാർഷിക മേഖലയെ സംബന്ധിക്കുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും കാർഷിക മേഖലയിൽ പ്രവർത്തനം ചെയ്യുന്ന ഒരു മേഖലയാണ്. ഏറ്റവും കാർഷിക മേഖല, മേഖല, പ്രവൃത്തി മേഖലയെ കഴിഞ്ഞ 5 വർഷത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാര്യമായിട്ട് സഹായിക്കാനായിട്ട് സാധിക്കും.
പ്രധാനപ്പെട്ട ഒരു ചെറിയ നെൽകൃഷി. അത് നമുക്ക് 40 ഹെക്ടറോളം സ്ഥലത്ത് അധികമായിട്ട് നെൽകൃഷി കാണിക്കാനായിട്ട് ഭരണസമിതിയുടെ ഇടപെടലുകൊണ്ട് അതിനെ ഫണ്ടുകൾ പരിഹരിക്കുന്നത് മൂലം അത് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രയാസമാണ്. അത് ഏകദേശം 50 ഹെക്ടറോളം സ്ഥലത്ത് നമുക്ക് പച്ചക്കറി, പരിശു ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമുക്ക് പച്ചക്കറി കൃഷി ആരംഭിക്കാനും അതുപോലെയുള്ള മറ്റ് പലതരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ മട്ടുപാവുകളുടെ കൃഷിയായിക്കോട്ടെ, അതുപോലെ തന്നെ വനിതാ കരകര പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ വ്യായാമം ഉൾപ്പെടെയുള്ള അവരുടെ സംരംഭങ്ങളെയൊക്കെ സഹായിക്കാനായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. പ്രദേശമാണെന്ന് കഴിഞ്ഞാൽ 6, 5, 4 വാർഡുകളിലേക്ക് പൂർണ്ണമായിട്ടും കാർഷിക ആവശ്യത്തിന് വെള്ളമെന്ന് ചെയ്യുന്ന ഒരു പമ്പിംഗ് സംവിധാനമുണ്ട്. അതിൽ ചില വിദ്യാഭ്യാസ പദ്ധതിയാണ് കുടുംബ വിദ്യാഭ്യാസം പറയുമ്പോൾ 6 വാർഡിൽ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ സ്ഥിതി ചെയ്യുന്നു. അത് 6-7 വാർഡുകളിലേക്ക് അവിടെയുള്ള കൃഷിക്കാർക്ക് അവരുടെ ജലസേചന സൗകര്യം ഉതകുന്ന രീതിയിൽ നമുക്ക് ആ പദ്ധതി നമുക്ക് സാധിക്കും. ശാസ്ത്രജ്ഞ ഇൻസ്പിറേഷൻ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി, അതിൻ്റെ ശാസ്ത്രജ്ഞ പൂർണ്ണമായ സൗകര്യം അതിൻ്റെ പ്രവർത്തനമാവ് പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് പൈപ്പ് ലൈൻ വികസിപ്പിക്കാനും അതുപോലെ തന്നെ മോട്ടോർ കൊണ്ട് 8, 9, 10, 11, 20 വാർഡുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. മുൻകാലങ്ങളിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി നമ്മൾ ആരംഭിച്ച ആ പദ്ധതി അതിന്റെ പല സ്ഥലങ്ങളിലേക്കും ആവശ്യമുള്ള അതിന് കാർഷിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കും പൈപ്പ് ലൈൻ നീക്കിക്കൊണ്ട് അവിടെ നമുക്ക് വളരെ ശക്തമായ രീതിയിൽ നമുക്ക് കൃഷിഭവൻ അവിടെ നമുക്ക് ആവശ്യമുള്ള ഭൗതിക സാഹചര്യം നമുക്ക് കൊടുക്കാൻ ഒരു ചന്ത കൃഷിഭവന്റെ സമീപത്തിൽ നമ്മളൊരു ചന്ത നമ്മൾ ആരംഭിച്ചു. അതുപോലെ തന്നെ ആളൂർ സർവീസ് മാനേജ്മെന്റിന്റെ സഹായത്തോടുകൂടി നമ്മൾ ആളൂർ പ്രദേശത്ത് അവിടെയും ഒരു പച്ചക്കറി ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ട് ആളൂർ വസ്ത്രത്തിൽ അവിടെ ഇതേപോലെ ഒരു മൊത്ത അതുപോലെ തന്നെ ചെറുകിട വിപണനത്തിന് പാലിക്കുന്ന രീതിയിൽ നമ്മൾ അവിടെയും ഒരു ചന്ത നമ്മുടെ കാർഷിക മേഖലയിൽ മറ്റന്നാൾ തിങ്കളാഴ്ച നമ്മൾ കല്യാണഗിരിയിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു പ്രഖ്യാപന ലക്ഷ്യമായിട്ടുള്ള മറ്റൊരു അഞ്ചിച്ചന്ത നമ്മുടെ കല്യാണഗിര ദേശത്തിന്റെ പരിസരത്ത് നമ്മളവിടെ സൗകര്യങ്ങളൊരുക്കി നമ്മുടെ ഇതും അതും മൊത്തം അതുപോലെ ചില്ലറ വിപണനവും ആദ്യമാക്കിക്കൊണ്ട് കൃഷിക്കാരെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ കാർഷിക മേഖലയ്ക്ക് ആവശ്യപ്പെടുന്ന എല്ലാ തരത്തിലുള്ള പദ്ധതികളായാലും നമ്മൾ പരമ്പരാഗതമായി ചെയ്യുന്ന പല പദ്ധതികളിലും മാത്രമില്ല നമ്മുടെ കോഴിയുടെ കൃഷി, അതുപോലെ തന്നെ വാഴക്കൃഷി, അതുപോലെ തന്നെ നെൽകൃഷി എന്നുവേണ്ട മറ്റുള്ള ഉൾപ്പെടെയുള്ള നമ്മുടെ കാർഷിക വർഗത്തിൽ എന്ത് പദ്ധതികളാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതൊക്കെ നമ്മൾ യഥേഷ്ടം അതിലൊരു തരത്തിലുള്ള ഫണ്ടിന്റെ ലഭ്യത കുറവ് വരുത്താതെ രീതിയിൽ നമുക്ക് ഇടപെടാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. പഞ്ചായത്തിന്റെ കാലഘട്ടത്തിലുള്ള നേട്ടം ഭരണകൂടമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സംഘടനയായിക്കോട്ടെ ഒരു സ്ഥാപനമായിക്കോട്ടെ ആ സംവിധാനം ഒരു വർഷത്തേക്ക് പ്ലാൻ ചെയ്യുന്ന പദ്ധതികൾ നിർവഹിക്കുക, അതേപോലെ തന്നെ വിഭവങ്ങൾ 100% സമാഹരിക്കുക എന്നുള്ളത് ആ സ്ഥാപനത്തിന്റെയോ സംഘടനയുടെയോ അതുപോലെ സർക്കാരിന്റെയോ കാര്യക്ഷമതയെ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു അളവുകളായിട്ട് വർഷമായിട്ട് ആളൂർ ഗ്രാമപഞ്ചായത്ത് ഈ വിഭവങ്ങൾ നമ്മൾ സമാഹരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലുള്ള കെട്ടിട അതേപോലെ തന്നെ നമ്മുടെ ലൈസൻസ് അതുപോലെ തന്നെ നമുക്ക് പ്രൊഫഷണൽ ടാക്സ് പിന്നെ പല തലങ്ങൾക്ക് പല സേവനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സേവനങ്ങൾക്കുള്ള ഫീസുകൾ അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ കുറെ കെട്ടിടങ്ങൾ ഇതൊക്കെ വാടകയ്ക്ക് കൊടുത്തിരുന്ന ഈ കഴിഞ്ഞ 3 വർഷത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു വലിയ എടുത്ത് എന്താ പറയുക കൃഷികാരമായിട്ട് നമുക്ക് അത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഈ ഭരണസമിതിയുടെ ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് നമ്മുടെ ലക്ഷ്യം കൈവരിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള ഓഫീസ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ എല്ലാവരുടെയും ഏക അനുഭവങ്ങളുടെ പ്രവർത്തനം അതിന് സഹായിക്കുന്നതാണ്. പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒട്ടാകെ ബാധിച്ച ഒരു ദുരന്തമായിരുന്നു 2013 പ്രളയം. ഈ പ്രളയകാലത്ത് പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇടപെട്ടത്? എനിക്ക് നിങ്ങളോട് അറിയാവുന്ന പോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും ഇതേപോലെ ഒരു പ്രളയത്തെ കുറിച്ചുള്ളൊരു അറിവ് അനുഭവമില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 ആഗസ്റ്റ് 15-ാം തീയതി ഇവിടെ ആളൂര് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നമ്മൾ പതാക ഉയർത്തേണ്ടത് പ്രസിഡന്റായിരുന്നു. പ്രസിഡന്റ് അന്ന്
അവരുടെ പ്രദേശത്ത് വെള്ളത്താൽ ചുറ്റപ്പെട്ടതുകൊണ്ട് അതിൻ്റെ പതാക ഉയർത്താനായിട്ട് എത്താൻ പറ്റിയ പകരം ഞാനാണ് ആ കടം നിർവഹിച്ചത്. ശേഷം അപ്പോൾ തന്നെ നമുക്ക് പോലീസിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ സൂചനകൾ ലഭിച്ചിരുന്നു. അതായത് വെള്ളം ഇങ്ങനെ വെള്ളാന്തര പ്രദേശത്ത് കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഞാൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ പഞ്ചായത്തിന് എൻ്റെ പ്രവർത്തകർ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വെള്ളാന്തര പ്രദേശത്ത് തിരിക്കുമ്പോൾ നോക്കുമ്പോൾ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ വെള്ളം ഇങ്ങനെ അടിക്കടി കാര്യങ്ങളുള്ള പഞ്ചായത്ത് സെക്രട്ടറി അദ്ദേഹത്തിന് ചില സ്വാധീനങ്ങൾ ഉപയോഗിക്കുന്നത് രണ്ട് സ്വപ്നം പറയുമ്പോൾ അതിൽ പരിചയമില്ലാത്ത ആൾക്കാർക്ക് അതിൽ കയറി കുറഞ്ഞ് മുന്നോട്ട് ഇക്കരയ്ക്ക് എത്തുക എളുപ്പമുള്ള കാര്യമില്ല. എങ്കിലും അതിൽ നമ്മൾ മുൻഗണന കൊടുത്തത് പ്രായമായ ആൾക്കാരെ അപ്പോൾ തന്നെ കടന്നു വരാൻ പറ്റാത്ത രോഗാവസ്ഥയിലുള്ള ആൾക്കാർക്ക് നമ്മൾ വീടുകളിൽ നിന്നും ബന്ധപ്പെടുത്തുന്നതിരിക്കെ തന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും വെള്ളം ഒരുപാട് സാമാജികമായി നമ്മൾ വർദ്ധിക്കുന്നു. തീർച്ചയായിട്ടും പല മേഖലയിൽ നിന്നും പല വീടുകളിൽ നിന്നും ആൾക്കാരെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹായഹസ്തം നീട്ടിക്കൊണ്ടുള്ള നിരവധി നിലവിളികളും അതുപോലെ തന്നെ സഹായാഭ്യർത്ഥനകളും നമ്മൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നേരം ഇരുത്തി തുടങ്ങി. അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ വെള്ളാന്തരത്തിന്റെ ആവൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ബന്ധുവീട്ടിൽ വെള്ളപ്പൊക്കത്തിന്റെ വിശേഷം അറിയാൻ വേണ്ടിയിട്ട് വെള്ളം കയറിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെള്ളാന്തര മണ്ടത്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്നു. അദ്ദേഹത്തെയും നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പട്ടവഞ്ചി അദ്ദേഹവും അതുപോലെ തന്നെ 6-7 പേര് വേറെ പട്ടവഞ്ചിയിലായിരുന്നു. അവരെ നമ്മൾ തിരിച്ചിട്ട് കരയ്ക്ക് അടിക്കുന്ന ഒരു സമയത്താണ് ഇതിൽ ഒരുപക്ഷെ അതിൽ ആ പട്ടവഞ്ചിയിൽ യാത്ര ചെയ്ത് പരിചയമില്ലാത്ത പല ആൾക്കാരുടെയും പരിചയക്കുറവ് ഒരുപക്ഷെ തോണി നിയന്ത്രിച്ചിരുന്ന അവിടുത്തെ പരിസരവാസികൾക്ക് തന്നെ അത് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അത് തകർന്നു. അതിൽ ഒരാൾ ദാരുണ അന്ത്യം അന്ന് സംഭവിച്ചത് നമ്മളൊരു ഒരുപാട് കാര്യങ്ങൾ നടത്തി അദ്ദേഹത്തെ കണ്ടെത്തിയില്ല. പിന്നീടും വെള്ളം അങ്ങനെ വളരെ സ്വാഭാവികമായി വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ നമ്മൾ പിന്നീട് നമുക്ക് ഈ ആവശ്യത്തിൽ ഒരുപക്ഷെ ഫയർഫോഴ്സ് അവരുടെ സേവനങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടു. അവരുടെ ഫയർഫോഴ്സിന്റെ ഈ ഏക നടത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് വലിയ കൊണ്ടുവന്നു. പത്താം വർഷമായി ഇപ്പോൾ പ്രവർത്തനരഹിതമായി. പിന്നീട് വെള്ളം ഒരുപാട് പേരുണ്ടെങ്കിലും ഒരുപാട് പേരുണ്ടെങ്കിൽ വെള്ളം വളരെ ഭീതികരമായ പോകുമ്പോൾ NDRFിനെ കുറിച്ച് നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. NDRFിന്റെ സേവനം ലഭ്യമാക്കി തരാം എന്ന് നമ്മൾ പ്രധാനപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പോലീസുമാരെ ആവശ്യപ്പെട്ടപ്പോൾ അവർ വന്നു. അവർ വന്നപ്പോഴേക്കും രാത്രി 11 മണിക്ക് കഴിഞ്ഞു. ചുറ്റും കൂടിയിട്ട് അതുപോലെ തന്നെ എന്താ പറയുക പലതരത്തിൽ പോലെ വെള്ളം എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് എവിടേക്ക് സഞ്ചരിക്കണമെന്നുള്ള ദിശ അവർക്കും പോകാൻ പറ്റാത്ത ഒരു വലിയ സാഹചര്യം. അവരുടെ ഒരു രാത്രി 3 മണിയോടെ പഠിച്ചിട്ട് 3-4 പേരെ രോഗാവസ്ഥയിലുള്ള വളരെ സാഹചര്യത്തിൽ ചില ആൾക്കാരെ കരകയറ്റിക്കാൻ കഴിയുന്നില്ല. അത് അവർക്ക് നേരെ ദിവസം നമുക്ക് ഈ ശ്രമം ആദ്യം തുടരാമെന്ന് അവർ പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം രാവിലെ ഞങ്ങളൊക്കെ അതിരാവിലെ തന്നെ ഞങ്ങൾ വളരെ തയ്യാറെടുപ്പോടുകൂടി ആൾക്കാരെ രക്ഷപ്പെടുന്നുള്ള പ്രവർത്തനം ചെയ്യും. നമ്മൾ ഈ പ്രളയ അനുഭവത്തിൽ തന്നെ നമ്മൾ മനസ്സിൽ കൂടിയിട്ട ചില എന്താ പറയുക അനുഭവങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ മുമ്പോട്ടുള്ള കൂടുതൽ നമ്മുടെ ഹൃദയം നമ്മൾ കരക്കേറ്റിരിക്കുന്ന ദാരുണമായ ഒരു കാഴ്ച. അതുപോലെ തന്നെ നിരവധി പേരുടെ കടപ്പാടുകൾ നഷ്ടപ്പെട്ടു. നിരവധി പേരുടെ ഭൗതിക സൗന്ദര്യം നഷ്ടപ്പെട്ടു. കാർഷികമായിട്ടുള്ള വിഭവങ്ങൾ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മൃഗങ്ങളുടെ വാക്കുകളും നിരവധി പേരെ നഷ്ടപ്പെട്ടു. അതുപോലെ വാക്ക് പട്ടികൾ വാക്ക് പട്ടികൾ നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള വലിയ ദുഃഖമനുഭവിക്കുന്ന ഘട്ടത്തിൽ 2 ദിവസത്തെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി മുഴുവൻ നമ്മൾ കരക്കടിപ്പിച്ചു എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ തീരദേശത്ത് നിന്ന് വന്ന തൊഴിലാളികൾ നേതൃത്വം കൊടുക്കുന്ന സന്തോഷം തോന്നും. ഇനി ഇവിടെയല്ല പ്രശ്നമുള്ള വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ വിളിക്കും. അപ്പോൾ അവരെല്ലാം തന്നെ ഇവിടുത്തെ പ്രവർത്തനം എടുത്തിട്ട് ചാലക്കുടി ഭാഗത്തേക്ക് ചെല്ലാനായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ അല്ലെങ്കിൽ നടത്തുന്ന സംഘടനകളൊക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കാരണം 2 ദിവസം 17 തൊഴിലാളികൾ 2 ദിവസം പൂർണ്ണമായിട്ട് അവർ രാത്രി പകലില്ലാതെ അധ്വാനിച്ചിട്ട് അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു നിങ്ങളുടെ ഈ അധ്വാനത്തിന് അതായത് നിങ്ങളുടെ സർവീസിന് ഞങ്ങൾ എന്താണ് നൽകുന്നത്. അവർ ചോദിക്കുന്നത് എന്ത് നൽകി ഞങ്ങൾ നൽകാൻ തയ്യാറായിട്ട് ഞങ്ങൾ വേറെ കേസിൽ ഞങ്ങൾ താമസിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അവർ വളരെ വിജയപൂർവ്വം ഞങ്ങളോട് പറഞ്ഞത് പൈസയോ ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ എന്താ പറയുക നിങ്ങളോടുള്ള അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ സ്ഥിരമായിട്ട് നമ്മുടെ കടലിൽ പോകുന്നു. ഒരുപാട് ആൾക്കാർ പലതരത്തിൽ അപാർട്ട്മെന്റിൽ വരുന്നു. അവരൊക്കെ ഞങ്ങൾ
തിരഞ്ഞും അതുപോലെ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഭൂകാലത്തിന് വരെ ഞങ്ങൾക്ക് ഇതിന്റെ വസ്ത്രത്തിൽ ഞാൻ രക്ഷപ്പെട്ടത്. ഇതിന് ഞങ്ങൾക്ക് ഒരു നയപരിശീലനം വേണ്ടതിനുള്ള അവരുടെ മറുപടി ഒരു നിലയ്ക്ക് പറഞ്ഞാൽ നമ്മളെ വലിയ ഓടിച്ചിരിക്കും. അതൊക്കെ നമ്മുടെ പഴയ അനുഭവങ്ങൾക്ക് ഇന്നും അനുഭവിക്കുന്ന ചില ഓർമ്മകളാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം കോവിഡ് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ വികസന കാര്യങ്ങളിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ ഓർമ്മകളും ഭരണ നേട്ടങ്ങളുടെ കാര്യങ്ങൾ വിശദമായി ഈ സമയത്തിൽ പങ്കുവയ്ക്കുകയാണ്. 2018 പ്രളയത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ ഈ ആളൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പുതിയതായിട്ട് സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റത്. അത് ഈ നിലവിലുള്ള ഭരണസമിതിയുടെ ഒരു 2-2.5 വർഷത്തെ കാലയളവ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ ഈ പ്രളയം എന്നുള്ള ആ ഒരു നമ്മളുടെ ഒരു ദുരന്തം വന്നതോടുകൂടിയിട്ട് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസക്തി വർദ്ധിക്കുകയാണുണ്ടായത്. കാരണം ഈ നാട്ടിൽ ഉണ്ടായിരുന്ന പല ഡിപ്പാർട്ട്മെൻറ്റുകളും മേൽക്കോയ്മ അതല്ലെങ്കിൽ ഒരു അപ്പർ ഹാൻഡ് അവർ ഉണ്ടായിരുന്ന പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ചെയ്യാൻ പറ്റാതിരുന്ന അത്രയും കാര്യങ്ങൾ ഒരു ഗ്രാമപഞ്ചായത്തിന് അവരുടെ സംവിധാനം ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് വളരെ ഭംഗിയായിട്ട്, അതായത് ഒരു ദുരന്തത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങളുടെ അവരുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും തുടർന്ന് ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ആ ക്യാമ്പുകളിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ അതിനെ സോൾവ് ചെയ്യാനും അതിൽ വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ സംഭരിക്കാനും രോഗങ്ങൾ പടർന്നു പിടിക്കാതെ നിയന്ത്രിക്കാനും അതിൻ്റെ ധനസമാഹരണം അങ്ങനെ എല്ലാ വിധത്തിലുള്ള പദ്ധതി ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഈ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത്. അതിപ്പോൾ ആളൂർ പഞ്ചായത്ത് മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും ഈ കാര്യത്തിൽ വളരെ മുന്നിലായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ 2 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ ദുരന്ത നിവാരണം എന്നുള്ള വകുപ്പ് അത് പഞ്ചായത്തിൻ്റെ ചുമതലയിലേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് ഈ 2018 പ്രളയത്തിൽ വലിയൊരു പങ്ക് അഥവാ ഈ ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഇതൊരു ത്രിതല പഞ്ചായത്താണ് നമ്മൾ സർക്കാർ അല്ലെങ്കിൽ ഭരണഘടന വിഭാവനം ചെയ്തത്. അതിൽ തന്നെ ഏറ്റവും കീഴ്ത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടുന്നതും ഗ്രാമപഞ്ചായത്തുകളാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനത്തിനും ഒരു ത്രിതല സ്വഭാവമുണ്ട്. ഉദ്യോഗസ്ഥ വിഭാഗം ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിന് അനുബന്ധമായിട്ടുള്ള കൃഷിഭവൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗം, അതുപോലെ VOമാർ, ഹോമിയോ, ആയുർവേദം, ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാവരും കൂടി ചേർന്ന ഒരു ഉദ്യോഗസ്ഥ വിഭാഗമുണ്ട്. എന്നിരുന്നാലും അതിനെ എല്ലാം മോണിറ്റർ ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ആണോ നടക്കുന്നത് എന്ന് ജനങ്ങൾക്ക് വേണ്ടി മോണിറ്റർ ചെയ്യാനുമായിട്ടുള്ള ഭരണഘടനാ സംവിധാനം അഥവാ ഭരണസമിതി ഈ നാട്ടിലുണ്ട്, ഈ കേരളത്തിലുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒട്ടനവധി സംവിധാനങ്ങൾ ഇതിൻ്റെ കീഴ്ഘടകങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് കുടുംബശ്രീ, അതല്ലെങ്കിൽ RRT എന്ന് പറയുന്ന നമ്മുടെ റാപ്പിഡ് റെസ്പോൺസ് ടീം, അതുപോലെ നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കർഷക സമിതികൾ, വിദ്യാഭ്യാസ മേഖലയിൽ PTA, അങ്ങനെ ലൈബ്രറി കൗൺസിലുകൾ, പിന്നെ നമ്മുടെ വയോജനക്ഷേമങ്ങൾ നോക്കുന്ന വയോ ക്ലബ്ബുകൾ, അതുപോലെ ജാഗ്രതാ സമിതികൾ, ഇങ്ങനെ ഒട്ടനവധി ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ നമ്മൾക്ക് വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മുടെ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കാനുമുള്ള വിവിധമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ ത്രിതല സംവിധാനത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള അതിൻ്റെ ചട്ടക്കൂട്. ഒരു പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല വിജയം എന്ന് പറയുന്നത് അവിടുത്തെ ഈ പറയുന്ന 3 തലത്തിലുള്ള സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അഥവാ നയപരമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എപ്പോഴും ഭരണസമിതിയായിരിക്കും.
പക്ഷേ ഈ ഭരണസമിതി എടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങളെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ, അതല്ലെങ്കിൽ ഭരണഘടന, അതല്ലെങ്കിൽ അതിൻ്റെ നിയമവശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അതിൻ്റെ കാര്യങ്ങൾ ഏത് രീതിയിൽ മുമ്പോട്ട് പോകണം എന്ന് കാര്യനിർവഹണം നടത്തുന്ന നമ്മളുടെ ഉദ്യോഗസ്ഥ വിഭാഗമുണ്ടാകും. എന്നാൽ ഈ രണ്ടിനും ഉപരിയായിട്ട് ആ പഞ്ചായത്തിൻ്റെ പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുന്നു, അതിൽ ഈ വരവ് ചെലവ് എന്നുള്ളത് എല്ലാവരും നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഈ വരവ് വർദ്ധിപ്പിക്കണം, അതേപോലെ തന്നെ ചെലവ്, പദ്ധതിയുടെ ചെലവാണെങ്കിൽ അത് 100% ചെലവ് ചെയ്യാനായിട്ട് സാധിക്കണം. അതേപോലെ വിവിധ വകുപ്പുകളിൽ നിന്ന് കിട്ടുന്ന അധിക സഹായങ്ങൾ, ഉദാഹരണമായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, മറ്റ് ഡിപ്പാർട്ട്മെൻ്റൽ ഫണ്ടുകൾ, ഇതല്ലാതെ ഇപ്പോൾ സൊസൈറ്റികൾ ചെയ്യുന്ന സേവനങ്ങൾ, അതല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തികൾ ചെയ്യുന്ന ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ വിജയം ഉണ്ടാവുക. അഥവാ ആ തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ ഒരു മികച്ച പഞ്ചായത്ത് ഉണ്ടാവുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ആകെത്തുകയായിട്ട് പറയാൻ സാധിക്കും. ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കാര്യത്തിൽ ഒരു വിജയം ഉണ്ടായത്, അതല്ലെങ്കിൽ ആളൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്രയും മികച്ച രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായിട്ട് സാധിച്ചതിൽ ഈ ഭരണസമിതിയും ഉദ്യോഗസ്ഥ വിഭാഗവും തമ്മിലോട്ടുള്ള ഏകോപനം വലിയൊരു ഘടകമാണ്. ഇപ്പോൾ പഞ്ചായത്ത് എന്ന് പറയുന്നത് ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ്, അല്ലെങ്കിൽ ക്ഷേമപ്രവർത്തനം മാത്രം നടത്തുന്ന ഒരു സ്ഥാപനമല്ല. ഈ പഞ്ചായത്ത് സംവിധാനത്തിൽ വരവുണ്ട്, ചെലവുണ്ട്. വരവ് ചെലവുകൾ ഒരേപോലെ പോകുക എന്നുള്ളത് അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. പല പഞ്ചായത്തുകളും വരവിൽ നന്നായിട്ട് നിൽക്കുമ്പോൾ ചെലവ് വേണ്ടത്ര രീതിയിലാവാതിരിക്കുക. അതേസമയം ചില ചെറിയ പഞ്ചായത്തുകൾ, കേരളത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും ചെറിയ പഞ്ചായത്തുകളാണ്. ചെറിയ പഞ്ചായത്തുകൾക്ക് അവരുടെ ചെലവിന് വേണ്ട സംഖ്യ കണ്ടെത്താൻ പോലും വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷെ ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വിജയം ഇക്കാര്യത്തിൽ ഉണ്ടായത്, ആളൂർ ഗ്രാമപഞ്ചായത്തിൽ അത്യാവശ്യം ഭേദപ്പെട്ട, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മികച്ച 50 പഞ്ചായത്തുകൾ എടുക്കുമ്പോൾ അതിൽ ഒന്നായിട്ടുള്ള വരുമാനമുണ്ട് എന്നുള്ളതാണ്. അതിൽ യഥാവിധി വസ്തുനികുതി, അല്ലെങ്കിൽ നമ്മളുടെ കെട്ടിട നികുതി എന്ന് പറയുന്ന വസ്തുനികുതി, അതല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവരുടെ തൊഴിൽ നികുതി, ലൈസൻസുകൾ, ഈ നാട്ടിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അല്ലെങ്കിൽ ഹോളുകൾ, ഇവരുടെയൊക്കെ ഇതിൽ നിന്നൊക്കെയുള്ള സ്വരൂപിക്കുന്ന വരുമാനം വേണ്ട രീതിയിൽ നമുക്ക് നിർണ്ണയിച്ചെടുക്കാനും അത് ശേഖരിക്കാൻ, അതല്ലെങ്കിൽ അവരെ പല രീതിയിൽ നമ്മൾ ചെറുതായിട്ട് ചെറിയ ചെറിയ നോട്ടീസുകൾ അയച്ച്, അല്ലെങ്കിൽ അത് അടയ്ക്കണമെന്ന് നിർബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള നിർബന്ധം കൊടുത്തുകൊണ്ട് നമ്മൾ 100% പിരിവ് നടത്താനായിട്ട് നമുക്ക് ധനസമാഹരണം വഴി സാധിച്ചു. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ വിഭാഗം ഇതിൽ വളരെ സജീവമായിട്ട് നിന്നുകൊണ്ട് ഇതിൽ പദ്ധതി ചെലവ് 100% ചെലവ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതും, അതിനേക്കാളും അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി, അതല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ, അതല്ലെങ്കിൽ ഇവിടുത്തെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതല്ലെങ്കിൽ മറ്റ് സേവനം ചെയ്യുന്നവരുടെ എല്ലാം സഹായം സ്വരൂപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ നാട്ടിലുള്ള കുളങ്ങളും തോടുകളും, അതല്ലെങ്കിൽ ഈ നാട്ടിലെ ഹോളുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. അതെല്ലാനും ഒരു വികസനത്തിൻ്റെ അളവുകോലാണ്. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റാണ് പറയുന്നത്. അതായത് ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടിട്ടുള്ള വികസനമാണ്. അതല്ലാതെ നമ്മൾ ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാം, ഒരു ഹോൾ പണിതിട്ട് ഒരു മാള് പണിത് വാടകയ്ക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം പണിതിടാം, ഇതൊന്നും പഞ്ചായത്തിൻ്റെ ഒരു ലക്ഷ്യമല്ല, അതല്ലെങ്കിൽ ഒരു പ്രവർത്തന മേഖലയല്ല. പക്ഷെ നമ്മൾ ക്ഷേമത്തിൽ ഊന്നിക്കൊണ്ട് ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ട് ഹോളുകൾ നിർമ്മിക്കുക, ഈ ഹോളുകളിൽ നല്ല രീതിയിലുള്ള ശുചിത്വം ഉറപ്പാക്കുക, കറണ്ട് കൊടുക്കുക, അവിടുത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ നൽകുക, അതിനു വേണ്ടിയിട്ടുള്ള റോഡുകൾ, തോടുകൾ, കുളങ്ങൾ ശുചീകരണം, ഇതൊക്കെ നടത്തുക എന്നുള്ളതാണ് ആ പഞ്ചായത്തിൻ്റെ വിജയമായിട്ട് വരുന്നത്. അതിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് വിജയിച്ചിട്ടുണ്ട്. ആളൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയും ഇവിടുത്തെ ജീവനക്കാരുമായിട്ട് ഈ കഴിഞ്ഞ 2.5 വർഷമായിട്ട്, ഞാൻ വന്നിട്ട് 2.5 വർഷമായിട്ടുള്ളൂ, ഈ 2.5 വർഷമായിട്ട് അഭേദ്യമായിട്ടുള്ള, അതല്ലെങ്കിൽ വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഒരു വാക്ക് തർക്കമോ, അതല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ ഇത് ഇന്നമാതിരി ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു ചൂണ്ടിക്കാണിക്കലൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതല്ലാതെ അതിലുപരിയായിട്ട് നമുക്കൊരു പണിഷ്മെൻ്റ് ആക്ഷൻ എടുക്കേണ്ടി വരികയോ,
അതല്ലെങ്കിൽ അതിനൊരു വിളിച്ചു വരുത്തിയ ഒരു ശാസന പോലും ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഗാന്ധിജി വിഭാവനം ചെയ്ത, അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞ പോലെ ഏറ്റവും സാധാരണക്കാരനായ, അല്ലെങ്കിൽ ഒരു വരിയിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരാളുടെ മുഖം മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത്. അതിൽ തീർച്ചയായിട്ടും ആളൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അളവുകോല് മാത്രമായിട്ടാണ് നമ്മൾ ISOൻ്റെ സാക്ഷ്യപത്രത്തിനെ കാണുന്നത്. ISO സാക്ഷ്യപത്രം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു പഞ്ചായത്ത് മികച്ചതായിക്കൊള്ളുന്നില്ല. എന്നാൽ ഒരു ശുചിയായിട്ടുള്ളൊരു മനുഷ്യൻ, അതല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ നല്ല വസ്ത്രധാരണം ചെയ്തിരിക്കും എന്ന് പറയുന്ന ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ISO എന്ന് പറയുന്നത് ഒരു അന്തർദേശീയ അംഗീകാരമാണ്. ഇവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു അളവുകോലായിട്ട് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതാണ്. അതിൽ ISO കിലയുടെ ആഭിമുഖ്യത്തിൽ ആദ്യമായിട്ട് ആളൂർ ഗ്രാമപഞ്ചായത്ത് നേടി. അത് നമ്മളുടെ ഇവിടുത്തെ ജീവനക്കാർ വേണ്ടതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടും അതിന് വേണ്ട ദിശാബോധം ആളൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി നൽകിയതുകൊണ്ടും വേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ള രീതിയിലുള്ള, അതായത് ധനപരമായിട്ടും അതല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടും സേവനമായിട്ടും ഇവിടുത്തെ കുട്ടികളടക്കമുള്ളവരുടെ സേവനങ്ങൾ കിട്ടിയതുകൊണ്ടാണ് നമ്മൾക്ക് അതിൽ നേടാനായിട്ട് സാധിച്ചത്. അത് നാളിതുവരെ നിലനിർത്താനും ആളൂർ ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.